സത്യമായിട്ട് മറിയ ചേട്ടത്തി ഇവിടെ ഇല്ല. മറിയ ചേട്ടത്തി ഉണ്ടോന്നല്ല ചോദിച്ചത്. ലീലാവതി എവിടെയാടാ? ലീലാവതി ഇവിടെ ഇല്ലെന്ന്. ലീലാവതിയെ ലീലാവതി ലീലാവതി. അല്ല ഇതാരാ? മറിയ ചേട്ടത്തിയോ? അതെ മറിയ ചേട്ടത്തി. അയ്യോ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മറിയ ചേട്ടത്തിയെ മറന്നിട്ടില്ല. എവിടെ കാശ് എവിടെ? മറിയ ചേട്ടത്തി ഒരു വലിയ വിഷമം തലയിൽ വന്ന് വീണേക്കുന്ന സമയം. ഞങ്ങൾ തരാം, കാശ് തരാം. ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമല്ലോ അതിന്ന്. ഓ അതിനൊക്കെ കാലങ്ങൾ എടുക്കും എന്റെ യു ഡി ക്ലാർക്കെ. എന്റെ മണി ഡെഡ് മണി ആയി പോകാൻ ഞാൻ സമ്മതിക്കുകയല്ല. ഒരവധി കൂടി തരണം. അതിന്റെ ഇടയിൽ എങ്ങനെയും ഞങ്ങൾ കാശുണ്ടാക്കി തരാം അല്ലേ? ഇനി ഒരവധി എന്ന് വെച്ചാ എന്ന് കിട്ടും കാശ്? അടുത്ത ബുധനാഴ്ച. മാറ്റമില്ലല്ലോ? ഇല്ല. അത് ഞാനും പേടിച്ചു പോയി. പിന്നെ മറിയ ചേട്ടത്തി പോയി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് എനിക്കും മനസ്സിലായത്. മണ്ട പേടിത്തൊണ്ട ധൈര്യമില്ലാത്തവന്. എടാ മനസ്സിലുള്ളത് മുഖത്ത് നോക്കി ചോദിക്കുന്നവനാണ് പുരുഷൻ. അല്ലാതെ എല്ലാം കഴിഞ്ഞ് ആളും പോയി കഴിഞ്ഞിട്ടോ അയ്യോ പോയേ നാണമില്ലേ അങ്ങനെയൊക്കെ ചോദിക്കാൻ നിനക്ക് നാണമില്ലോടാ സുഗുണ? ഒന്നുമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ തന്നെ കർക്കിടകത്തിൽ എന്തോന്നാടേ നമ്പർ അടിക്കാതെ മര്യാദക്ക് വരണം അമ്മാവാ. നോക്ക് കളിയായിട്ട് പറഞ്ഞോ കാര്യമായിട്ട് പറഞ്ഞത് തന്നെ. ആ എന്നാ അങ്ങനെ പറ, അത് നന്നായി. കളി പറഞ്ഞിരുന്നെങ്കിൽ കാണാമായിരുന്നു. എന്നോട് കളിക്കാൻ വന്നാൽ ഞാൻ ആരെയും വെറുതെ വിടില്ല. ആ നീ കാര്യം പറ. അപ്പൊ ചേട്ടത്തി വന്ന് വിരട്ടി. അതൊരു അഡ്ജസ്റ്റ്മെന്റ് വിരട്ടലാണോ എന്നൊരു സംശയമുണ്ട്. സൂണ നമ്മുടെ രമേശനെ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. ഏത് ജോലി ആയാലും കുഴപ്പമില്ലെന്നാ അവൻ പറയുന്നേ. തൊഴിലില്ലാതെ നിൽക്കുകയല്ലേ, അതാ ഞാൻ പറഞ്ഞേ. നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. എനിക്ക് ജോലിയും പോയി എല്ലാം പോയി, എന്റെ കാറും പോയി. നിവർത്തിയില്ല സാറേ, ജീവിക്കാൻ നിവർത്തിയില്ല. അതിന് എന്നോട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? സാറിനെ രക്ഷിക്കണം സാറേ. ഇവിടുത്തെ കാറ് മോഷണം പോയതോടുകൂടിയാ അന്നം മുട്ടിയത്. സത്യം പറഞ്ഞ എന്റെ കാർ മോഷ്ടിച്ചു പോയതോടുകൂടിയാ എന്റെ അന്നം മുട്ടില്ലാതെ കിട്ടി തുടങ്ങിയത്. പെട്രോളിന് കാശ് വേണ്ട, മാസാമാസം സർവീസിങ്ങിന് 500 1000 മാറ്റി വെക്കണ്ട. എക്സ്ട്രാ എക്സ്ട്രാ എക്സ്ട്രാ. ജീവിതത്തിന് ഇത്രയും തിളക്കമുണ്ടെന്നും അത് ഇത്രയും സുന്ദരമാണെന്നും ഞാൻ ഇപ്പഴാ അറിയുന്നത് എന്റെ രമേശ. സാറേ ഞാനിപ്പോ ഒരു അപേക്ഷയുമായിട്ടാണ് സാറിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്തപേക്ഷ? എന്നെ സാറിന്റെ സ്കൂട്ടറിന്റെ ഡ്രൈവർ ആക്കോ? എന്താക്കണമെന്ന്? സ്കൂട്ടറിന്റെ ഡ്രൈവറെ മാസം എന്താ കയ്യിലുള്ളത് അതിങ്ങ് തന്നാ മതി. സന്തോഷത്തോടെ ഞാൻ അതങ്ങ് വാങ്ങിച്ചോളാം. വരണം സാറേ, ഐശ്വര്യമായിട്ട് ഉദ്ഘാടനം. വരണം സാറേ, വാ സാറേ. സാർ ഐശ്വര്യമായിട്ട് പുറകിലോട്ട് കയറി ഇരുന്നേ. സ്കൂട്ടർ മാറോ സാറേ. സാറിന് അന്തസ്സായിട്ട് പറയാ സാറേ, സാറിന്റെ സ്കൂട്ടർ ഓട്ടിക്കുന്നത് ഒരു ഡ്രൈവറാണെന്ന്. എന്റെ കൈ നിന്റെ മുഖത്തോട്ട് കയറും. സാറ് കയറിയാട്ടെ സാറേ. സാറ് എന്തെങ്കിലും തന്നാ മതി സാറേ. എന്നാ പിന്നെ ഇറങ്ങല്ലേ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വന്നോളൂ ശല്യങ്ങൾ. എന്നാ ഞാൻ ഒരു അപേക്ഷ വെക്കാൻ പോവേണ്. നീ ഒരു അപേക്ഷ പറയണ്ട, വല്ല വേറൊരു അപേക്ഷ വെക്കാൻ പോവേണെന്ന്. എന്താ? എന്നെ ആ ജംഗ്ഷൻ വരെ ഒന്ന് വിട്ടുതരോ? പോ സാറേ. അന്തരീക്ഷത്തിൽ ആകെ ഒരു ഉന്മാദം, ആകെ ഒരു ഉജ്ജ്വല കാന്തി ശോഭ. ഈ സമയത്ത് ആരുടെ മനസ്സിലും കവിത വരുമല്ലേ? അതിനാരെയും കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല. കവിത ഇഷ്ടമാണോ? എനിക്ക് കവിത ഭയങ്കര ഇഷ്ടമാണ്. ആകാശം, അത് ആകാശം തന്നെ. ആകാശത്തിന് നീല നിറം. എന്താ കവിത? ആകാശം നീല നിറം, ആകാശത്തിൽ പകൽ സൂര്യൻ, അത് ശരി, രാത്രിയിൽ ചന്ദ്രൻ നക്ഷത്രങ്ങൾ. കവിത ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ഓ അയാള് ഞാനും ഒരു കവി തന്നെ. അല്ല
അല്ല ഞാൻ ആകാശത്തിൽ ഓ നീല നിറം അല്ലേ ആ, ആ, അത് ശരി ബാക്കിയോടെ കേട്ടിട്ട് പോ. പറഞ്ഞ് കത്തി വെക്കാൻ നാണമില്ലേ നില്ല്. ഞാനല്ലേ പറയുന്നേ രമേശ, നീ പേടിക്കാതെ ജോലി നമുക്ക് റെഡിയാക്കാമെന്ന്. അല്ലേ കിടുവ പിടിച്ചു കടുവ, കടുവ ഓടിക്കോ. കിടുവ പുതിയൊരു കവിയുടെ വേഷത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. സുഗുണം കടുവയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ കിടുവ ഇവിടൊക്കെ തന്നെ ഇങ്ങനെ ചുറ്റി തിരിയുന്നത്. ആ, മനസ്സിലാവുന്ന ഭാഷ പറയടാ. സുഗുണം കവിയുടെ അപ്പുറത്തെ ഒരു കവി ഈ നാട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ആരും അടിക്കില്ലേ? അടിക്കില്ല. കവിയോ? ആ, വരട്ടെടാ, കവി വരട്ടെ. നമുക്ക് ഒരുമിച്ച് നിന്ന് നേരിടാം. ആരെയും പേടിക്കണ്ട, ഒരു കവിയെയും പേടിക്കണ്ട. ഐക്യമത്യം മഹാബലം. അവിടെ, പോയി പോയി പോയോ? ഗുണം ചേട്ടാ, കാറ് കണ്ടുപിടിക്കാനുള്ള തന്ത്രങ്ങൾ ആലോചിക്കേ. കാറ് കണ്ടുപിടിക്കാനാ കാറ് കണ്ടുപിടിച്ചവനല്ലേ അവനെയാണ് കണ്ടുപിടിക്കേണ്ടത് രണ്ടും പൊട്ടിക്കാനായിട്ട്. കർക്കിടവും ചിങ്ങവും ക്ലബ് ചെയ്ത് ഞങ്ങൾ കാറിന് ഓഫറുകൾ ഇറക്കിയിട്ടുണ്ട്. താല്പര്യമില്ല. അല്ല മാഡം 1000 രൂപ അടച്ചാൽ മതി കാർ വീട്ടിലെത്തും. വേണ്ട. അല്ല മാഡം പറയട്ടെ, അതായത് ഈ കാറിന്റെ താനൊന്നും പറയണ്ട. അല്ല മാഡം ഒരു വണ്ടി എടുത്ത പറയുന്ന- ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. പ്ലീസ് മാഡം. ഒന്ന് പോയി തരാവോ? ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളൂ ഓരോ കാറും കൊണ്ട്. അയ്യോ പത്മകുമാരനെ കവി പിടിച്ച് ആര്? ഞാൻ പറഞ്ഞില്ലേ മറ്റേ കവി അവനാണ് അവനാണ് വാ, 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 നമുക്ക് ഓടിത്തള്ളാം. എന്ത് കവിയല്ല, പിന്നെ മറ്റേ എക്സിക്യൂട്ടീവ് ഇല്ലേ, അയാൾ വരുന്നു. ആ, ഈയെടാ, ഭയങ്കര. ഞങ്ങളുടെ കമ്പനി കാറിന് കുറെ ഓഫേഴ്സ് അടുക്കരുത്. അതെ. മര്യാദയ്ക്കാ ഞാൻ പറഞ്ഞത്, അടുക്കരുത്. ആദ്യം 1000 രൂപ കാർ വീട്ടിൽ കൊണ്ടുവരും. എന്റെ അടുത്ത് കളിക്കരുത് എന്നോട് കളിക്കരുത്. എനിക്കൊരാറ് കാറ് വീട്ടിൽ കിടപ്പുണ്ട്. എനിക്ക് ഇനി ഒട്ടും ആവശ്യമില്ല. കാറിന് ഞാൻ എവിടെ അരെ, എന്നെ? ആ, പിന്നെ പുളിക്കും ഞാൻ കണ്ടി- ഞാനല്ലേ വേറെ ആരും കണ്ടിട്ടുണ്ട് ഇല്ല. സാർ. പറയാം. അല്ല, സാറ് അല്ല സാർ അടിയരുത്, എന്നെ പറയട്ടെ അതായത് സാറേ ഒരു കാര്യം സാർ അല്ല, ഞാനൊന്ന് പറഞ്ഞിട്ട് സാറൊന്ന് കേൾക്കണോ? ഞാനൊന്ന് പറയട്ടെ അതായത് ഈ കാറിന്റെ ഈ ഓഫീസിനെ കുറിച്ചാണ് സാർ ഒന്ന് നിൽക്കേ. അയ്യോ സാർ